നാം ഒരിക്കലും ആരോടും കള്ളം പറയാൻ പാടില്ല. പക്ഷേ കൊതിയോടെ കഴിക്കാൻ എടുത്തു വെച്ച മധുരം കൂടെ പിറപ്പ് ആഗ്രഹിച്ചു ചോദിച്ചാൽ എനിക്ക് വേണ്ട, നീ കഴിച്ചോ എന്ന് കള്ളം പറഞ്ഞേക്കണം. കള്ളമാണ് പറയുന്നത്, ശരി തന്നെ. പക്ഷേ നാം സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? ഇങ്ങനെ സത്യം പറയാതിരിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാം മക്കളെ. നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടി ചില സന്ദർഭങ്ങളിൽ സത്യം പറയാതെയും ഇരിക്കാം കേട്ടോ. ഏതൊക്കെയാണ് ആ സന്ദർഭങ്ങൾ? ഇവിടെ കള്ളം എന്ന കവിതയിൽ ഷിഫാന ഷെറി പറയുന്നത് നോക്കാം. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളുടെ മലയാളം നന്നാവാൻ ഒന്നാവാം എന്ന 5ാമത്തെ യൂണിറ്റിലെ കള്ളം എന്ന കവിതയാണേ. 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, EVS, LSS ക്ലാസ്സുകളും കേറ്റിറ്റ് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന ക്ലാസ്സുകളും നമ്മുടെ ചാനലിലുണ്ട്. ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി പാഠഭാഗത്തേക്ക് കടക്കാം. മക്കളുടെ മലയാളം പാഠപുസ്തകം പേജ് നമ്പർ 112. ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഭാഷ മറ്റുള്ളവരെ വേദനിപ്പിക്കും. ഇതിന് തൊട്ടു മുന്നേ നമ്മൾ പഠിച്ച കഥ ഏതായിരുന്നു? ചോദ്യം എന്ന കഥ. അതിലും ഇത് തന്നെയായിരുന്നു ആശയം. ശരിയായി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അത് കേൾക്കുന്നവരെ ഒരുപാട് വേദനിപ്പിക്കും. കവിത വായിച്ചു നോക്കാം. കള്ളം. കള്ളം പറയണം, കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടെ പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്. എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത്. നിറമുള്ള അക്ഷരങ്ങൾ എന്ന ഷിഫാന ഷെറിയുടെ രചനയിലെ ഒരു കവിതയാണ് കള്ളം. കള്ളം പറയണം, കള്ളം പറയാൻ നമ്മൾ പഠിക്കണമെന്നാണ് ആദ്യ വരികളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് എന്തായിരിക്കും എഴുത്തുകാരി ഉദ്ദേശിച്ചത്? കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. അതായത് നമ്മൾ അത്രയധികം ആഗ്രഹിച്ച് വിശന്ന് ഇഷ്ടപ്പെട്ട് കഴിക്കാനെടുത്ത എന്തെങ്കിലും ഒരു ഭക്ഷണമായിക്കോട്ടെ, പെട്ടെന്നാണ് ചേട്ടനോ ചേച്ചിയോ അനിയത്തിയോ അനിയനോ ഒക്കെ ഓടി വന്നിട്ട് അയ്യോ അത് എനിക്ക് വേണം, എനിക്ക് താ എന്ന് പറയുന്നത്. മക്കൾ എന്ത് ചെയ്യും അന്നേരം? ഇല്ല, തരില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലേ. അവർക്ക് സങ്കടാവില്ലേ, വിഷമാവില്ലേ? അപ്പോൾ എന്താ ചെയ്യണമെന്ന് ഇവിടെ കവയിത്രി പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വേണ്ട, നീ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞങ്ങ് കൊടുത്തേക്കണം. അങ്ങനെ ഒരു കള്ളം പറഞ്ഞേക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത വരി നോക്കാം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. നാം ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളായിരിക്കാം അല്ലേ? പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് വേദന ഉണ്ടാക്കുന്ന വിധം അവർ നമ്മളോട് സംസാരിച്ചെന്ന് കരുതുക. ഒരല്പം കഴിഞ്ഞ് നമ്മോട് ചോദിക്കുകയാണ്, അയ്യോ ഞാനങ്ങനെ പറഞ്ഞത് നിനക്ക് വിഷമമായോ എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്തു പറയണം? ഇല്ല, സാരമില്ല, വിഷമമായില്ലെന്നങ്ങ് പറഞ്ഞേക്കണം. അതുകൊണ്ട് നമുക്കും ഒരു പ്രശ്നമില്ല, അവർക്കും അത് വലിയ വിഷമമാകാതെ പോകും. അപ്പോൾ അക്കാര്യത്തിലും ഒരു ചെറിയ കള്ളം പറയാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത വരികൾ. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മക്കളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരുപാട് തിരക്കിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും ജോലി ചെയ്യുകയാവാം, വായിക്കുകയാവാം, ചിത്രം വരയ്ക്കുകയാവാം. പെട്ടെന്നായിരിക്കും നമുക്കിഷ്ടമുള്ള ഒരാൾ നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരിയാവാം, അപ്പൂപ്പനോ അമ്മൂമ്മയോ ആവാം, ആരുമായിക്കൊള്ളട്ടെ. അവർ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, തിരക്കാണോ, നിനക്ക് സംസാരിക്കാൻ സമയമുണ്ടോ? അപ്പോൾ എന്ത് പറയണം? ഇല്ല, എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടാവില്ലേ? നമ്മളപ്പോൾ എന്ത് പറയണം? തിരക്കൊന്നും അല്ല എന്നൊരു കൊച്ചു കള്ളമങ്ങ് പറഞ്ഞേക്കണം. അടുത്ത വരികൾ. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം.
അതായത് നമ്മൾ എന്തെങ്കിലും വലിയ ഒരു വിഷമത്തിൽ സങ്കടാവസ്ഥയിലാണെന്ന് കരുതുക. അതാണ് ഇവിടെ മനസ്സിൽ തിരയടിക്കുമ്പോൾ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സ് വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മുടെ എതിരെ നടന്നു വരുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ നേർക്കുനേർ വരുന്ന ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നിനക്ക് സുഖമാണോ? നമ്മൾ പെട്ടെന്ന് എന്ത് പറയും? അയ്യോ അല്ല, എനിക്ക് സുഖമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും കൂടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യണം? അതെ, എനിക്ക് സുഖമാണ് എന്നൊരൊറ്റ വാക്കിൽ അതങ്ങ് ഒതുക്കണം. അതും ഒരു ചെറിയ കള്ളമല്ലേ? അപ്പോൾ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, പക്ഷേ അതാരെയും നമ്മൾ അറിയിക്കുന്നില്ല. അവസാനത്തെ വരികൾ നോക്കിയ മക്കളെ, എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്, എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത്. മനസ്സിലായില്ലേ മക്കളെ? മറ്റുള്ളവരുടെയും നമ്മുടെയും നന്മയ്ക്കും സമാധാനത്തിനുമൊക്കെ വേണ്ടി ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞു, സത്യം പറയാതെ ഇരുന്നു. പക്ഷേ ഇവിടെ അവസാനം പറയുന്നത് എന്താ? ഇതിനൊക്കെ ഒരു അവസാനമുണ്ട്. എല്ലാം കഴിഞ്ഞ് ആ ദിവസം അവസാനിക്കുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും, ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്, ഇന്നത്തെ എൻ്റെ ദിവസത്തിൽ ഞാൻ എന്തൊക്കെയാണ് സംസാരിച്ചത്, എന്തൊക്കെയാണ് ചെയ്തത്. അങ്ങനെ ഓർക്കുമ്പോൾ നാം നമ്മോട് തന്നെ ഒരു സത്യം പറയാൻ ഒരിക്കലും മറക്കരുത്. നാം നമ്മോട് തന്നെ കള്ളം പറയരുത്. എന്ത് സത്യമാണ് പറയേണ്ടത്? എൻ്റെ എല്ലാ വേദനകളെയും ഞാൻ അതിജീവിച്ചു. അതിജീവിക്കുക എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? മറികടക്കുക. എല്ലാ വിഷമങ്ങളെയും ഞാൻ മറികടന്നു എന്ന സത്യം നമുക്ക് നമ്മോട് പറയാൻ കഴിയണം. ഇത്തരം ചെറിയ ചെറിയ സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊന്നും പറയാതെ നമ്മൾ സത്യം അതേപോലെ തുറന്നടിച്ച് പറഞ്ഞിരുന്നെങ്കിലോ മറ്റുള്ളവർക്കതൊരു വേദനയും വിഷമവുമൊക്കെ ആയേനെ അല്ലേ? അതായത് കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ആഗ്രഹിച്ച് ചോദിക്കുമ്പോൾ തരില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും സ്നേഹമുള്ളവർ നമ്മെ വേദനിപ്പിച്ച് സംസാരിച്ച ശേഷം നിനക്ക് വിഷമമായോ എന്ന് അന്വേഷിക്കുമ്പോൾ എനിക്ക് വിഷമമായി, എനിക്കതിൻ്റെ ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരുപാട് തിരക്കുള്ള സമയത്ത് ഒരുപാട് ഇഷ്ടമുള്ളവരൊന്ന് വിളിക്കുമ്പോൾ തിരക്കാണോ എന്ന് ചോദിക്കും. അല്ല എന്ന് പറയുന്നതിന് പകരം അതേ തിരക്കാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും മനസ്സ് ഒരുപാട് വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ സുഖമാണോ എന്നൊരാൾ നമുക്കെതിരെ വന്ന് ചോദിക്കുമ്പോൾ അല്ല, എനിക്ക് സുഖമല്ല, ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടി വിഷമിപ്പിച്ചിരുന്നെങ്കിലും എന്തായേനെ? നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യങ്ങൾ വഷളായേനെ. എന്തിനാണ് ഇവിടെ കള്ളം പറയാമെന്നപ്പോൾ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവരുടെ സന്തോഷത്തിന് നാം കാരണക്കാരാകുമ്പോൾ നമ്മിലും അവരിലും ഒരേപോലെയാണ് സന്തോഷമുണ്ടാകുന്നത്. കവിത നന്നായിട്ട് മനസ്സിലായല്ലോ മക്കളെ? ഇനി ഇവിടെ തന്നിട്ടുള്ള ചോദ്യം നോക്കാം. കളിയായും പൊളി പറയരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പൊളി എന്നാൽ കള്ളം. കള്ളം പറയുന്നത് ശരിയാണോ? കള്ളം പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. കളിയായി കള്ളം പറഞ്ഞു തുടങ്ങുന്നത് പിന്നീട് ഗൗരവമായ സാഹചര്യങ്ങളിൽ കള്ളം പറയാൻ ആളുകളെ പ്രേരിപ്പിക്കും. ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ കള്ളം പറയുന്നത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കള്ളം പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. രണ്ടാമത്തെ ചോദ്യം നോക്കിയ മക്കളെ, കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിലോ? ഇവിടെ നുണ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിലും നേര് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഉത്തരം എഴുതാം. കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞിരുന്നതെങ്കിൽ ചോദിച്ചവരിൽ അത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയേനെ. കഴിക്കാൻ വെച്ച മധുരം കൂടപ്പിറപ്പ് ആഗ്രഹിച്ച് ചോദിച്ചാൽ കൊടുക്കാതിരിക്കേണ്ടി വന്നേനെ. സ്നേഹമുള്ളവർ വേദനിപ്പിച്ച് സംസാരിച്ച ശേഷം വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ വിഷമമായി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കും അത് സങ്കടമായേനെ. ഒരുപാട് തിരക്കുള്ള സമയത്തും ഇഷ്ടമുള്ളവർ വിളിച്ച് തിരക്കാണോ എന്ന് ചോദിച്ചാൽ അതെ, സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതും അവർക്ക് സങ്കടമായി മാറും. മനസ്സ് വിഷമത്താൽ നിറയുമ്പോൾ സുഖമാണോ എന്നൊരാൾ ചോദിച്ചാൽ ആ വിഷമങ്ങളെല്ലാം അവരോട് പെട്ടെന്ന് പറഞ്ഞാൽ അവരെയും അത് വല്ലാതെ ബാധിച്ചേനെ. കാരണം അവർ നമ്മെ സ്നേഹിക്കുന്നവരാണ്. നാം വിഷമിക്കുന്നത് അവരുടെയും വിഷമത്തിന് കാരണമാകും. മറ്റുള്ളവരുടെ സന്തോഷത്തിന് നാം കാരണക്കാരാകുമ്പോൾ മാത്രമാണ് നമ്മിലും അവരിലും ഒരേപോലെ സന്തോഷമുണ്ടാകുന്നത്. കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞിരുന്നതെങ്കിൽ ആർക്കും സന്തോഷമുണ്ടാവില്ലായിരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ മക്കളെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കവി പറഞ്ഞതുപോലെ ഈ ചിത്രത്തിലെ ചെടി പറയാനിടയുള്ള കള്ളങ്ങൾ എന്തെല്ലാം ആയിരിക്കും? ആദ്യം മക്കളൊന്ന് പറഞ്ഞേ, ഈ ചിത്രത്തിൽ എന്താ കാണുന്നതെന്ന്? ഒരു ചെടിയാണ്, പക്ഷേ അതിലൊരു പുഴു ഇരിക്കുന്നത് കണ്ടോ?
ആ പുഴു അതിൻ്റെ ഇലകളെല്ലാം തിന്ന് തീർക്കുകയാണ്. ചെടി നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ മക്കളെ? പുഴുവിൻ്റെ വിശപ്പ് മാറും. ആ ചെടിയുടെ ഇലകളാകുന്ന ഭക്ഷണം കഴിച്ച് പുഴുവിൻ്റെ വിശപ്പ് മാറും. പക്ഷേ ഇല നശിക്കുന്നതിനോടൊപ്പം ചെടിയും നശിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മക്കളോട് ചോദിച്ചിരിക്കുന്നത്, കള്ളം എന്ന കവിതയിൽ കവി പറഞ്ഞതുപോലെ ഈ ചിത്രത്തിലെ ചെടി പറയാനിടയുള്ള കള്ളങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്നാണ്. അതായത് കള്ളം എന്ന കവിതയിൽ മറ്റുള്ളവരുടെ കൂടി സന്തോഷത്തിന് വേണ്ടിയാണ് കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ പറയാമെന്ന് കവി പറഞ്ഞത്. ഇവിടെയും ആർക്കാണ് സന്തോഷം ലഭിക്കേണ്ടത്? പുഴുവിന് സന്തോഷം ലഭിക്കാൻ വേണ്ടി ചെടി എന്തെല്ലാം കള്ളങ്ങൾ പറയാം. ചെടിയെ വളരെ മോശമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട്. എങ്കിലും ചെടി കള്ളങ്ങൾ പറയുകയാണ്. എന്തായിരിക്കും അപ്പോൾ പറയുന്നത്? എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. ഈ പുഴുക്കൾ എൻ്റെ ഇലകൾ തിന്നുന്നത് എനിക്കൊരു പ്രശ്നമേ അല്ല. എൻ്റെ ഇലകൾ തിന്നല്ലേ അവർ ജീവിക്കുന്നത്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. മറ്റുള്ളവരുടെ ആഹാരമാകേണ്ടി വന്നാലും അവർക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടല്ലോ. ഇലകൾ പുഴു തിന്നതോടെ ചെടിയുടെ ഭംഗി പോകും. ചിലപ്പോൾ അത് വാടിപ്പോയേക്കാം. പക്ഷേ പുഴുവിൻ്റെ വിശപ്പിനാണ് ചെടി ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. കവിത ഇഷ്ടമായോ മക്കളെ? കവിതയിൽ നിന്ന് കിട്ടിയ സന്ദേശം ഇഷ്ടമായോ? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സത്യം പറയാതിരിക്കേണ്ട കുറച്ച് സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. രോഗബാധിതനായ ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമുക്ക് സത്യം പറയാതിരിക്കാമല്ലേ? എത്ര കടുത്ത രോഗാവസ്ഥയിലാണ് ആളെങ്കിലും അദ്ദേഹത്തിനോട് നമുക്ക് പറയാം, സാരമില്ല, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഭേദമാകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. ഒരു രോഗിയെ മാനസികമായിട്ട് വേദനിപ്പിക്കാതിരിക്കാനുള്ള ഒരു ചെറിയ കള്ളം അല്ലേ? പിന്നെയോ ഒരാളുടെ ജീവനോ അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിനോ ഒക്കെ ദോഷമുണ്ടാകുന്ന സന്ദർഭങ്ങളാണെന്ന് കണ്ടാൽ സത്യം പറയാതെ നമുക്ക് മിണ്ടാതെ ഇരിക്കാം. അതേപോലെ തന്നെ നമ്മളൊരു വീട്ടിൽ വിരുന്നിന് പോയി എന്ന് കരുതുക. ഗസ്റ്റായിട്ട് പോയി. അവിടെ നിന്നും തരുന്ന ആഹാരം നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അയ്യേ ഇത് കൊള്ളില്ല എന്ന് പറയാൻ പാടുണ്ടോ? ഭക്ഷണം മോശമാണെങ്കിലും അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് സത്യം പറയാതിരിക്കാം. ഒരു കാര്യം മക്കൾ പ്രധാനമായും ഓർത്തോണം, ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചില ചെറിയ കള്ളങ്ങൾ നന്മയ്ക്ക് വേണ്ടി പറയാമെന്ന് ഈ കവിതയിൽ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാതെ മോശം പ്രവൃത്തികൾ ചെയ്യാനോ കള്ളം പറയാനോ പാടില്ല കേട്ടോ. ഓക്കെ മൈ ഡിയേഴ്സ്, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമേ. താങ്ക്സ് ഫോർ വാച്ചിങ്.